കഴിഞ്ഞ കുറച്ചു കാലമായി വെൽഫെയർ പാർട്ടി UDF-നെ പിന്തുണയ്ക്കുകയാണ്, നിരുപാധികമായ പിന്തുണയാണ്. ഏതെങ്കിലും തരത്തിൽ UDF അസോസിയേറ്റ് പാർട്ടിയായി വരുമോ? കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവർ നിർത്തിയ സ്ഥലത്ത് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട്. മലപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നു. മറ്റതങ്ങനെയല്ല, അവർ നിർത്തുന്ന സ്ഥലത്ത് ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തൂല. എന്തിനധികം SDPI ആയിട്ട് പോലും ധാരണ ഉണ്ടാക്കിയിട്ടില്ല. UDF-ൽ അസോസിയേറ്റ് പാർട്ടിയായി പരിഗണിക്കുന്നതിനെ കുറിച്ച് അങ്ങനെ ആലോചന നടന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അന്ന് ലീഗ് അങ്ങനെ സമ്മതിച്ചു കൊടുക്കുന്ന സംഭവങ്ങളല്ല. അങ്ങനെ ഒരു മുന്നണിയിലേക്ക് അവരെ എടുക്കുക എന്ന് പറയുന്നതൊന്നും ഒരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നടക്കുന്ന കാര്യമൊന്നുമല്ല അത്. കാരണം ശരിക്കുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എത്ര പേര് പുറത്ത് നിൽക്കുന്നുണ്ട്. കുറച്ച് കാലമായി തന്നെ ജയിക്കുമായിരുന്നില്ലേ? അവരുടെ പിന്തുണ ഇല്ലെങ്കിലും ജയിക്കാവുന്ന ഒരു സാഹചര്യം നിലമ്പൂരിൽ ഉണ്ടായിരുന്നില്ല. അല്ല, നമ്മൾ അവരുടെ അടുത്ത് ഇപ്പം നമ്മൾ ഈ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്ക് തന്നെയല്ലേ ഈ മത്സരത്തിൽ നേരിടാൻ തീരുമാനിച്ചത് LDF-നെ. PV അൻവർ പോലും വേണ്ടാന്ന് വെച്ചു. ആ ഓരോ ഘട്ടത്തിലെത്തുമ്പോഴും ശരി, കുഴപ്പമില്ല, ഇത് പിന്നെ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കേണ്ടത് അനിവാര്യമാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളും നിങ്ങളുടെ കൂടെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പോളിംഗ് ബൂത്തിനകത്ത് കയറി ഇവരുടെ കൈപിടിക്കാൻ പറ്റില്ലല്ലോ. RSS-വായും വേണമെങ്കിൽ പിന്നെ അവർ വോട്ട് ചെയ്താൽ അവരുടെ വോട്ട് സ്വീകരിക്കുമെന്ന് പറഞ്ഞ ആളാണ് പിണറായി വിജയൻ. ഈ PV അൻവർ ഒരു രാഷ്ട്രീയ നിലപാടെടുത്തതിന്റെ പേരിലാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. അങ്ങനെ PV അൻവർ ഒടുവിൽ UDF പാളയത്തിലില്ലാതെ മറുഭാഗത്ത് UDF-നെതിരെയും LDF-നെതിരെയും ഒരുപോലെ പ്രചാരണത്തിലാണ്. അങ്ങനെ ഒരു സാഹചര്യം വന്നത് എളുപ്പത്തിൽ വിജയിക്കുന്നതിന് തടസ്സമായിട്ടില്ലേ UDF-ന്? അതല്ല, അദ്ദേഹം മുന്നണി വിട്ടപ്പോഴും അദ്ദേഹം UDF-ലേക്ക് വരാൻ വേണ്ടിയിട്ടല്ലല്ലോ അവിടെ നിന്നും രാജിവെച്ചത്. അദ്ദേഹം സ്വന്തമായി ആദ്യം ഒരു സ്വതന്ത്ര പ്രസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ വലിയൊരു സമ്മേളനം വിളിച്ച് അതിൽ അദ്ദേഹം പറഞ്ഞത് എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഞാൻ പ്രഖ്യാപിക്കുന്നതാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം DMK-യുമായി ചർച്ച ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ DMK ആവുകയാണെന്നാണ്. പിന്നെയാണ് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസുമായി ചർച്ച ചെയ്ത് തൃണമൂൽ കോൺഗ്രസ്സിലേക്ക് വരുന്നത്. ഒരു ഘട്ടത്തിലും അദ്ദേഹം UDF-ലേക്ക് വരുമെന്ന് പറയുന്ന ഒരു ചർച്ചയുണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ പിന്നെ അൻവർ നമ്മളിലേക്ക് വരാത്തതിൽ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. എടുക്കാൻ തീരുമാനിച്ചിരുന്നല്ലോ, അസോസിയേറ്റ് അംഗമാക്കാൻ തീരുമാനമെടുത്തിരുന്നു എന്ന് VD സതീശൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അല്ല, നമ്മളന്ന് നമ്മുടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ യോഗത്തിൽ നമ്മളൊരു തീരുമാനം പറയുകയായിരുന്നു. നമുക്ക് അദ്ദേഹമായിട്ട് ചർച്ച ചെയ്തിട്ട് അദ്ദേഹം ഇതിൻ്റെ കൂടെ അസോസിയേറ്റ് മെമ്പറായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് കൂടെ നിർത്തുന്നതിനെ പറ്റി ആലോചിക്കാമെന്ന് പറയുന്ന ഒരു തീരുമാനം അത് VD സതീശനെ ചുമതലപ്പെടുത്തുകയാണ് ചെയ്തത്. പക്ഷേ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയ സാഹചര്യത്തിൽ അദ്ദേഹമാണല്ലോ ചർച്ച ചെയ്യേണ്ടതും തീരുമാനമെടുക്കേണ്ടതും. ആ തീരുമാനത്തിനെതിരെ UDF നിന്നിട്ടൊന്നുമില്ല. നമ്മൾ ചുമതലപ്പെടുത്തിയ ഒരാൾ എടുക്കുന്ന ഒരു ഡിസിഷനെ നമ്മൾ അംഗീകരിക്കും. ആ തീരുമാനം PV അൻവറിനെ അറിയിക്കുന്നതിന് കാലതാമസം വന്നതാണോ ഇങ്ങനെ അൻവർ ഒപ്പം വരാതിരുന്നതിന് കാരണം? PV അൻവർ എന്ന് പറയുന്ന ഒരു ഘടകമല്ലല്ലോ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ. നമ്മുടെ തെരഞ്ഞെടുപ്പ് ലെഫ്റ്റുമായിട്ടാണല്ലോ. PV അൻവറിനെ നമ്മൾ കാണുന്നത് അദ്ദേഹം അതിനകത്ത് ഒരു വലിയ കലഹം ഉണ്ടാക്കിയിട്ട് പുറത്തു വന്നതാണ്. അദ്ദേഹത്തിൻ്റെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് ഇടതുപക്ഷമാണല്ലോ. മാത്രമല്ല പിണറായി വിജയനുമായിട്ടാണ് അദ്ദേഹം ഏറ്റുമുട്ടിയിട്ടുള്ളത്. പിണറായി വിജയൻ്റെ പോലീസിനെയാണ് അദ്ദേഹം അതിനിശ്ചിതമായി വിമർശിച്ച് പുറത്തേക്ക് വന്നത്. ആ സാഹചര്യത്തിൽ സത്യത്തിൽ അൻവറിനെ മയപ്പെടുത്തി വോട്ടുകൾ പോകാതെ നോക്കേണ്ട ചുമതല ഇടതുപക്ഷത്തിനുള്ളതാണ്. അവരാണ് നോക്കേണ്ടത് അത്. കാരണം അൻവർ പിടിക്കാൻ പോകുന്ന വോട്ട് എന്ന് പറയുന്നത് അവരുടെ വോട്ടുകളാണ്. ഞങ്ങൾക്ക് മുമ്പും അൻവർ നിൽക്കുമ്പോഴും അൻവർ അല്ലാത്തപ്പോഴും ഒക്കെ കിട്ടുന്നൊരു വോട്ടാണ്. ആ വോട്ട് തന്നെയാണ് ഞങ്ങളുടെ ഘടകം. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതുപക്ഷൻ്റെ വോട്ടിൽ വലിയ വിള്ളലുണ്ടാകാൻ സാധ്യത. ഇപ്പം
അപ്പുറത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പറയുന്നത് ഞങ്ങളുടെ ഒറ്റ മെമ്പർ പോലും അൻവറിൻ്റെ സമ്മേളനങ്ങളിലൊന്നും പങ്കെടുത്തിട്ടില്ല. അത് ഈ നിലമ്പൂർ എന്ന് പറയാൻ പറ്റില്ല. അന്ന് അൻവർ വിളിച്ചു കൂട്ടിയിട്ടുള്ള സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത ആളുകളാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. അപ്പൊ അൻവറിന്റെ ആ സ്ഥാനാർത്ഥിത്വം വേദിയിൽ അവരുടെ പ്രധാനപ്പെട്ട അംഗവും ഉണ്ടായിരുന്നു. അന്നത്തെ കൺവീനർ അടക്കം അവിടെ ഉണ്ട്. ഈ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം LDF-നാണ് വെല്ലുവിളിയായി മാറുക.